തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടി ചികിത്സിക്കുന്ന ദൗത്യം ദുഷ്കരം. ആനയുടെ ആരോഗ്യസ്ഥിതി മോശമെന്ന വിലയിരുത്തൽ. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനയെ നിരീക്ഷിക്കുന്നത്. തിയോഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിയോഫിൻ, ഈ വിദഗ്ധ സംഘം ഇതേക്കുറിച്ച് എന്താണ് വ്യക്തമാക്കുന്നത്? ആര്യ, നിലവിൽ ആനയെ നാളെ മയക്കുവെടി വെച്ച് ചികിത്സയ്ക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലാണ്. പക്ഷേ നിലവിൽ ആനയുടെ അവസ്ഥ അല്ലെങ്കിൽ ശാരീരികാവസ്ഥ വളരെ ക്ഷീണിതമായ അവസ്ഥയിലാണ്. ആന നേരത്തെ, അതായത് കഴിഞ്ഞ തവണ മയക്കുവെടി വെച്ചതിനേക്കാൾ വളരെയധികം ആന ക്ഷീണിച്ചിട്ടുണ്ടെന്നാണ് നിരീക്ഷണത്തിൽ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് ഉള്ള കാര്യമാണ് ഇപ്പോൾ ഇനി മയക്കുവെടി വെച്ച് ചികിത്സയ്ക്ക് കൊണ്ടുപോകുക എന്നത് അരുൺ സക്കറി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും നാളെ ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ഒരു ആലോചനയിലാണ്. അതിന് മുന്നോടിയായി ഇന്ന് ആനയെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു എണ്ണപ്പന തോട്ടമുണ്ട്. ഇതിൻ്റെ പുറകിലായി ചാലക്കുടി പുഴ, അതിൻ്റെ മറുവശത്തുള്ള ഭാഗത്താണ് ആന ഉള്ളതെന്നാണ് അറിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആനയെ ഇന്ന് വിദഗ്ധ സംഘം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നേരത്തെയുള്ള അവസ്ഥയിൽ, അതായത് ഒരു തവണ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടിച്ച് ആനയെ നിർത്തിക്കൊണ്ട് തന്നെ ആനയെ മസ്തകത്തിൽ മരുന്ന് വെച്ച് വിടുകയായിരുന്നു. അന്ന് പക്ഷേ ഇത്രയധികം ഒരു ശാരീരികമായി ക്ഷീണിതമായ അവസ്ഥയിലായിരുന്നില്ല ആന. പക്ഷേ പിന്നീട് ഈ മുറിവ് ഉണങ്ങാതെയും മുറിവിൽ നിന്ന് പുഴു വരുന്ന വരെ അവസ്ഥയിലേക്ക് ഉണ്ടായി. വളരെ ഒരു ദയനീയമായ അവസ്ഥയിലാണ് ആന എന്ന് തന്നെ പറയാം. കാരണം ആന അന്നത്തേക്കാൾ ശാരീരികമായി വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൂടി ഈ മയക്കുവെടി വയ്ക്കുമ്പോൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ദൗത്യം ദുഷ്കരമാണ് എന്ന വിദഗ്ധർ പറയുന്നത്. എന്തായാലും ഇന്ന് ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആനയെ മയക്കുവെടി വെച്ച് മയക്കിയ ശേഷം ലോറിയിൽ കയറ്റി കോടനാടേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ചികിത്സിക്കാനുള്ളൊരു നീക്കത്തിലാണ്. കാരണം നേരത്തെ മരുന്ന് വെച്ച് ഇവിടുന്ന് വിട്ട് ആന വീണ്ടും കാട്ടിലേക്ക് പോയതോടുകൂടി ഈ മുറിവ് ഉണങ്ങാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആനയെ പൂർണ്ണമായി ചികിത്സിക്കുമ്പോൾ ഒരു കൂടുണ്ടാക്കി, മരത്തിൻ്റെ കൂടുണ്ടാക്കി അവിടെ നിർത്തി ചികിത്സിച്ച് പൂർണ്ണമായും ഈ മുറിവ് ഭേദമായ ശേഷം ആനയെ കാട്ടിലേക്ക് വിടാനുള്ള തീരുമാനത്തിലേക്ക് വരികയായിരുന്നു. അന്ന് തന്നെ അത് ഇക്കാര്യം മുറിവ് ഉണങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന കാര്യം ഡോക്ടർ അരുൺ സക്കറി അന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആനയെ കൊണ്ടുപോകാനുള്ളൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടനാട് ആന കേന്ദ്രത്തിൽ ഈ ആനയുടെ കൂട് തയ്യാറാക്കുന്ന നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ ഒരു കൂട് അവിടെ ഉണ്ടായിരുന്നു. ആ കൂടിന് ബലക്കുറവുണ്ട്. കാരണം ബലക്കുറവുണ്ടെങ്കിൽ ആന ഈ കൂട് തകർത്ത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ യൂക്കാലി മരങ്ങൾ, വലുപ്പമുള്ള വലിയ യൂക്കാലി മരങ്ങൾ മുറിച്ചെടുത്ത് മൂന്നാറിൽ നിന്ന് ഉൾപ്പെടെ തടി കൊണ്ടുവന്ന് ഈ കൂട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ആ കൂട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ നാളെ ആനയെ മയക്കുവെടി വെച്ച് ഇന്നലെ 3 കുങ്കിയാനകൾ ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി കോടനാടേക്ക് കൊണ്ടുപോകും. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.